നിക്ഷേപകർക്കും കമ്പനികൾക്കും ഒരേപോലെ നേട്ടം സമ്മാനിക്കാവുന്ന കോർപ്പറേറ്റ് നടപടികളൊന്നാണ് ബോണസ് ഇഷ്യൂ. കാരണം ഓഹരിയുടമകൾക്കുള്ള പാരിതോഷികമായും വിപണിയിൽ ഓഹരിയുടെ മതിപ്പ് ഉയർത്തുന്നതിനായും കമ്പനിയുടെ ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനായും ഒക്കെ ബോണസ് ഇഷ്യൂവിനെ പ്രയോജനപ്പെടുത്താൻ കമ്പനികൾക്ക് കഴിയും. സമാനമായി ഓഹരിയുടമകളെ സംബന്ധിച്ച് അധിക നിക്ഷേപം നടത്താതെ തന്നെ കൈവശമുള്ള ഓഹരി എണ്ണം വർദ്ധിപ്പിക്കാനും ഇതുവഴി ദീർഘകാലാടിസ്ഥാനത്തിൽ ഡിവിഡൻഡ് ഇനത്തിൽ ലഭിക്കാവുന്ന അധിക വരുമാനം ഉൾപ്പെടെയുള്ള നേട്ടവും സ്വന്തമാക്കാനുള്ള അവസരവും ബോണസ് ഇഷ്യൂയിലൂടെ തുറന്നു കിട്ടുന്നു. സൗജന്യമായി ലഭിക്കുന്ന അധിക ഓഹരികളായതിനാൽ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്നും ബോണസ് ഷെയറിനെ വിശേഷിപ്പിക്കാറുണ്ട്. ചുരുക്കത്തിൽ ഓഹരിയുടമകൾക്കും കമ്പനികൾക്കും ഒരുപോലെ ഗുണഫലം കിട്ടാവുന്ന നടപടിയാണ് ബോണസ് ഇഷ്യൂ എന്ന് സാരം. ഒക്ടോബർ 7 മുതൽ 11 വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ സമ്മാനിക്കാൻ പോകുന്ന 2 സ്മോൾ ക്യാപ് ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യമായി NBCC ഇന്ത്യ. ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നവരത്ന പൊതുമേഖലാ സ്ഥാപനമാണ് NBCC ഇന്ത്യ ലിമിറ്റഡ്. 1960 ഡൽഹി കേന്ദ്രമാക്കിയാണ് തുടക്കം. പ്രോജക്ട്സ് മാനേജ്മെന്റ് കൺസൾട്ടൻസി, EPC സേവനങ്ങൾ, റിയൽ എസ്റ്റേറ്റ് വികസന പദ്ധതികൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനിയാണിത്. പ്രോജക്ട്സ് മാനേജ്മെന്റ് കൺസൾട്ടൻസി പ്രവർത്തനങ്ങളിലാണ് NBCC ഇന്ത്യ പ്രധാനമായും ശ്രദ്ധയൂന്നിയിരിക്കുന്നത്. നിലവിൽ 30,500 കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം. നിക്ഷേപകർക്ക് മുടക്കമില്ലാതെ ഡിവിഡൻഡ് നൽകുന്ന സ്മോൾ ക്യാപ് ഓഹരിയുമാണിത്. ബോണസ് ഇഷ്യൂ 1:2. അതേസമയം ഓഹരിയുടമകൾക്ക് ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് NBCC ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. 1:2 അനുപാതത്തിൽ ബോണസ് ഓഹരി അനുവദിക്കുമെന്നായിരുന്നു അറിയിപ്പ്. അതായത് റെക്കോർഡ് തീയതിയിൽ 2 NBCC ഇന്ത്യ ഓഹരികൾ വീതം കൈവശമുള്ളവർക്ക് അധികമായി ഒരു ഓഹരി കൂടി സൗജന്യമായി ലഭിക്കുമെന്ന് സാരം. ബോണസ് ഇഷ്യൂവിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി ഒക്ടോബർ 7 നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് 2017 ഫെബ്രുവരിയിലും NBCC ഇന്ത്യ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ കൈമാറിയിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 169 രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ്. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ 5% തിരിച്ചടി നേരിട്ടെങ്കിലും 2024 ഇതുവരെയുള്ള കാലയളവിൽ 107% നേട്ടമാണ് NBCC ഇന്ത്യ ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ പവർമെക് പ്രോജക്ട്സ്. ഊർജ്ജോൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പവർമെക് പ്രോജക്ട്സ് ലിമിറ്റഡ്. 1999 ഹൈദരാബാദ് കേന്ദ്രമാക്കിയാണ് തുടക്കം. വൻകിട ഊർജ്ജ പദ്ധതികളുടെ ഭാഗമായ ബോയിലറുകൾ, ടർബൈൻ, ജനറേറ്ററുകൾ എന്നിവയുടെ പ്രതിഷ്ഠാപനം, പരീക്ഷണം, കമ്മീഷനിങ് എന്നീ പ്രവർത്തികളിലാണ് ഈ സ്മോൾ ക്യാപ് കമ്പനി ശ്രദ്ധയൂന്നിയിരിക്കുന്നത്. ഏകദേശം 10,000 കോടി രൂപയാണ് പവർമെക് പ്രോജക്ട്സിന്റെ നിലവിലെ വിപണി മൂല്യം. നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടങ്ങാതെ ഡിവിഡൻഡ് കൈമാറുന്ന ഓഹരിയുമാണിത്. പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശം കമ്പനിയുടെ 58% ഓഹരി വീതമുണ്ട്. വിദേശ നിക്ഷേപകർക്ക് പുറമെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഗണ്യമായ ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയുമാണിത്. ബോണസ് ഇഷ്യൂ 1:1. ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ അനുവദിക്കുമെന്ന് പവർമെക് പ്രോജക്ട്സ് പ്രഖ്യാപിച്ചിരുന്നു. 1:1 അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നായിരുന്നു അറിയിപ്പ്. ഇതുപ്രകാരം റെക്കോർഡ് തീയതിയിൽ ഒരു പവർമെക് പ്രോജക്ട്സ് ഓഹരിക്ക് വീതം അധികമായി ഓരോ ഓഹരി കൂടി സൗജന്യമായി നേടാമെന്ന് ചുരുക്കം. ബോണസ് ഇഷ്യൂവിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി ഒക്ടോബർ 8 നിശ്ചയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 6,244 രൂപയിലായിരുന്നു ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ ക്ലോസിംഗ്. ഇക്കഴിഞ്ഞ ആഴ്ചയിൽ 7% തിരിച്ചടി നേരിട്ടെങ്കിലും ഈ വർഷം ഇതിലുള്ള കാലയളവിൽ 46% നേട്ടമാണ് പവർമെക് പ്രോജക്ട്സ് ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡിസ്ക്ലെയിമർ: മേൽ സൂചിപ്പിച്ച ബോണസ് ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശ്യാർത്ഥം നൽകിയതാണ്. ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.